ഇന്നിവിടെ ചെയ്യുന്നത് മുട്ടബക്കാണ്. അത് ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് മൈദ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. അതില്ല, ഒലിവ് ഓയിലില്ല, നിങ്ങളുടെ അടുത്ത് ഓയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ നെയ്യോ ബട്ടർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് 2 ടേബിൾ സ്പൂണോളം. അതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴയ്ക്കുന്നത്. അപ്പം നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിലും തന്നെ ഞാൻ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ചപ്പാത്തി കുഴയ്ക്കുക. അപ്പം നമുക്ക് വൈകുന്നേരം വരെയൊക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് കിട്ടും. അതല്ല പച്ചവെള്ളത്തിൽ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ചപ്പാത്തി കിട്ടും. പക്ഷേ നമ്മളത് ഇരിക്കുന്തോറും നല്ല ഹാർഡായി പോകും ഇപ്പോൾ സാധാ നോർമൽ വാട്ടറിൽ കുഴച്ചെടുത്താൽ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മൈദ വെച്ചും ചെയ്യാം. മൈദ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയാവും, ചുടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെക്കാം. അതിനുശേഷം മസാല, ഇതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു ടേബിൾ സ്പൂണോളൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള, ചെറിയ പൊടിയായിട്ട് അരിഞ്ഞതാണ് ഞാനത് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റും ക്യാബേജൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വെജിറ്റബിൾസ് താല്പര്യം ഇല്ലെങ്കിൽ വെറുതെ ചിക്കൻ മാത്രം ആഡ് ചെയ്താലും മതി. ഇതിലേക്ക് കുറച്ച് മസാല ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ അതിട്ടിട്ട് ഒന്ന് വഴറ്റി. അപ്പോൾ അത് വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു 2 പച്ചമുളക് ഒന്ന് പൊടിയായി അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല ചെറിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക, പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക എല്ലാം. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ്, ഒരു ചെറിയൊരു പകുതി ക്യാരറ്റ് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മസാല നിങ്ങൾക്ക് ഇതുപോലെ വെജിറ്റബിൾസ് ഒന്നും ഇടാൻ താല്പര്യമില്ലെങ്കിൽ ചിക്കൻ മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ പൊടിയായി അരിഞ്ഞു വെച്ചാൽ ക്യാബേജ് ഒരു ചെറിയൊരു കഷ്ണം ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ക്യാരറ്റ് നല്ലോണം വെന്ത് വരുമ്പം ക്യാബേജ് ഇട്ട് കൊടുത്താൽ മതി. ക്യാബേജിന് അധികം വേവില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഒരു ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ ഇത് സോഫ്റ്റ് വെന്തെന്ന് പറഞ്ഞാൽ ചെറുതായി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി, വല്ലാണ്ട് വെന്തുടഞ്ഞ് പോകുമൊന്നും വേണ്ട. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എന്ന് വെച്ചാൽ സോയാ സോസ് ആഡ് ചെയ്യാനുള്ളതാണ്. അതിലേക്കൊരു ചെറിയൊരു കഷ്ണം റെഡ് ക്യാപ്സിക്കാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ ഇട്ടാൽ മതി, അതോ ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്യാപ്സിക്കൊക്കെ വരുമ്പോൾ ഒരു ടേസ്റ്റ് കേട്ടോ. നമ്മൾ സോയാ സോസൊക്കെ ഒഴിക്കുമ്പോൾ ക്യാപ്സിക്കം കൂടി വരുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ചിക്കൻ, ഞാൻ കുരുമുളക് ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് എല്ലുമ്പോൾ ഇങ്ങനെ പിച്ചെടുത്തിട്ടുള്ളൊരു ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായ ചിക്കനാണ്. ഒരു 1.5 കപ്പൊക്കെ ഉണ്ടാവും. അത് പിച്ചെടുത്തത് 1.5 കപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ മാത്രമാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കേണ്ടി വരും. ഇതിപ്പോൾ എല്ലാം കൂടി വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി ആകുമ്പോൾ ഫില്ലിങ് അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്കത് ചിക്കനും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. അപ്പോൾ ചിക്കനിൽ പെപ്പർ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ എരിവിന്. അപ്പോൾ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുരുമുളക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കുരുമുളക് ആഡ് ചെയ്യുക കേട്ടോ. അത് നോക്കി നോക്കുക, എരിവ് ആവശ്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എരിവും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ ചപ്പാത്തി. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ കുറച്ച് വലിപ്പത്തിൽ നല്ല തിന്നായിട്ട്, ഒരു പേപ്പറിൻ്റെ ഒരു കനം എന്ന് പറഞ്ഞ പോലത്തെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോരോ ബോൾസും നല്ല തിന്നായിട്ട് പരത്തി വയ്ക്കാം. എല്ലാം നമുക്ക് പരത്തി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ അതുപോലെ നല്ല തിന്നാക്കി തന്നെ. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മടക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെയാണ് നല്ല തിന്നാക്കി കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം.
അതുപോലെ എല്ലാം നമുക്ക് പരത്തി വയ്ക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ തന്നെ തിന്നാക്കി പരത്തി വയ്ക്കാം. ഇനി വേണ്ടത് നമുക്ക് മുട്ടയാണ്. അത് എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട് 2 മുട്ടയ്ക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും ഒരു നുള്ള് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായി ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ചട്ടിയിൽ ഞാൻ ചൂടായതിന് ശേഷം നന്നായി ചൂടായതിന് ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ഇടാനായിട്ട്. ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഈ മസാല വെക്കാം. ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്കിത് മസാല ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 4 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഈ 4 സൈഡും ഈ 2 സൈഡ് ആദ്യം മടക്കിയെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മുട്ട ഒന്ന് പതുക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, മുട്ടേൻ്റെ ആ ഒരു മിക്സ്. അപ്പോൾ ഒന്ന് പതുക്കെ ഒരു സൈഡൊക്കെ, അപ്പോൾ അതിന് മുകളിലേക്ക് ആവാതെ രണ്ടും അടുപ്പിച്ച് രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ 2 സൈഡും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ടേൻ്റെ മിക്സ് ഒഴിച്ച് ഒന്ന് തേച്ചിട്ട് ഈ മറ്റ് 2 സൈഡും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഈ ചപ്പാത്തിയുടെ ഇത് കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് മുട്ടേൻ്റെ മിക്സ് ബ്രഷ് വെച്ചിട്ട് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക. ഈ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നില്ലേ, ആ ഗ്യാപ്പിലേക്ക് നന്നായി മുട്ടേൻ്റെ ആ മിക്സ് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് അത് തിരിച്ചിടുമ്പോൾ ആ ഫില്ലിങ് പുറത്തേക്ക് പോവില്ല. അപ്പോൾ ആ മുട്ടേൻ്റെ ഒന്ന് ചൂടാകുമ്പോൾ മുട്ട കവർ ചെയ്ത് നിന്നോളും, പുറത്തേക്ക് ഫില്ലിങ് പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ആ സൈഡ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യോ ബട്ടറോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തേച്ച് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ തിരിച്ചിടുമ്പോൾ ബട്ടറും നെയ്യൊന്നും തേക്കുന്നില്ല. ഇതല്ല നോൺ സ്റ്റിക്ക് പാനല്ല, നിങ്ങൾ വേറെ വല്ല ചട്ടിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചിടുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ തേച്ചോ അല്ലെങ്കിൽ നെയ്യ് തേച്ചതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ആ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ചട്ടിയിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇപ്പം ഞാൻ മുകളിലായിട്ട് തേച്ചതിന് ശേഷം സൈഡിലേക്കൊക്കെ കുറച്ച് നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെയ്യൊന്ന് എല്ലാ സൈഡിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ചൊന്ന് നെയ്യൊന്ന് വേണമെങ്കിൽ തേക്കാം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം ചെറുതായി ഒന്ന്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലല്ലേ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 സെക്കൻഡൊക്കെ മതിയാവും കേട്ടോ. ഒരു 10 സെക്കൻഡ് 10-15 സെക്കൻഡോ 20 സെക്കൻഡൊക്കെ ഉള്ളൊക്കെ നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ഈ ചപ്പാത്തി നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെജിറ്റബിൾസൊക്കെ നമ്മൾ വെന്തതാണ്, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ സൈഡൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വയ്ക്കുന്നത്. അപ്പോൾ മൂടി വെച്ചില്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ പതുക്കെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ 2 സൈഡും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ടബക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പാനിലേക്ക് നമുക്ക് വേറൊരു ചപ്പാത്തി ഇട്ട് കൊടുക്കാം. അതുപോലെ തീ നന്നായി കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് ഇതുപോലെ മുട്ടേൻ്റെ ആ മിക്സ് ഒഴിച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം 2 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. കണ്ടോ, അങ്ങനെ മേലക്കാവാതെ അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാം. അപ്പോൾ അധികം ഫില്ലിംഗ് ഒന്നും അങ്ങനെ പുറത്തേക്ക് ചാടി പോവില്ല. എന്നിട്ട് മുട്ടയും കൂടി ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലിംഗ് ഒന്നും ഒട്ടും പുറത്തേക്ക് പോകാണ്ട് നല്ല രീതിയിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഒരു മുകളിലായിട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. പിന്നെ സൈഡിലും കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിയിലേക്കും വന്നോളും, നെയ്യൊക്കെ വന്നോളും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു. അപ്പോൾ നമുക്കൊന്നുകൂടി തിരിച്ചിട്ട് അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ച് ഇതുപോലെ നല്ല മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കും വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇതിങ്ങനെ കഴിക്കും. അപ്പോൾ ഓഫീസിൽക്കും സ്കൂളിൽക്കും സ്നാക്സൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ വളരെ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.